സംസ്ഥാനത്ത് ഭരണം മാറിയതും മന്ത്രിമാർ മാറിയതുമൊന്നും ചില ആളുകൾ അറിഞ്ഞിട്ടില്ല. വനിതാ ശിശു വികസന വകുപ്പ് അറിഞ്ഞിട്ടില്ലേ എന്നൊരു സംശയം. എന്താണെന്നല്ലേ, വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയ അംഗനവാടി കൈപ്പുസ്തകത്തിൽ ഇത്തവണ മുൻ മന്ത്രി വീണ ജോർജിന്റെ സന്ദേശമാണുള്ളത്. അങ്കണപ്പൂമഴ കൈപ്പുസ്തകത്തിലാണ് മന്ത്രി എന്ന രീതിയിൽ വീണ ജോർജിന്റെ ചിത്രവും ആശംസാ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അർജുൻ കല്യാണുണ്ട്. അർജുൻ കല്യാട്, പുതിയ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് അച്ചടിച്ചു വെച്ചതായിരിക്കും അല്ലേ? ഡോക്ടറുടെ അങ്ങനെ വേണം നമുക്ക് സംശയിക്കാൻ. പക്ഷേ എന്തായാലും ഇന്നലെയാണ് അംഗനവാടികളിൽ പ്രവേശനോത്സവം നടന്നത്. ആ പ്രവേശനോത്സവം നടക്കുന്ന സമയത്ത് പല അംഗനവാടികളിലും വിതരണം ചെയ്തത് ഇതേ കൈപ്പുസ്തകമാണ്. അങ്കണപ്പൂമഴ എന്ന പേരിലുള്ള ഇതേ കൈപ്പുസ്തകമാണ്. അത് മറച്ചു നോക്കിയപ്പോൾ പല രക്ഷിതാക്കളും ഇത് കണ്ട് ഞങ്ങളെ ബന്ധപ്പെടുകയാണ്. അപ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് അതിന് കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് സന്ദേശമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വീണ ജോർജിൻ്റെ ചിത്രവും അവരുടെ ആശംസാ സന്ദേശവും ഒപ്പും പേരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സന്ദേശമാണ്. ഈ പറയുന്ന രീതിയിൽ പുതിയ സർക്കാരൊക്കെ അധികാരത്തിൽ വന്നു, പുതിയ മന്ത്രി അധികാരമേറ്റെടുത്തു. ബിന്ദു കൃഷ്ണയാണ് പുതിയ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി. ആ മന്ത്രിയുടെ പേരോ ഫോട്ടോയോ ചിത്രമോ ഒന്നും തന്നെ ഈ പുതിയ അങ്കണപ്പൂമഴ എന്ന് പറയുന്ന ഈ കൈപ്പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്തില്ല എന്നുള്ളതാണ്. അച്ചടിച്ചു വെച്ചത് പഴയ പുസ്തകമാണെങ്കിലും അത് വിതരണം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കുട്ടികളൊക്കെ ഒരുപക്ഷെ ഇത് നോക്കി വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നാളെ ആ കുട്ടികളൊക്കെ വീണ ജോർജിൻ്റെ പേര് പറഞ്ഞാൽ ഈ പറയുന്ന വിതരണം ചെയ്ത അധ്യാപകരെയും അത് വിതരണം ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനെയും കുറ്റം പറയുകയല്ലാതെ കുട്ടികളെ കുറ്റം പറയാൻ ഒക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും പ്രധാനമായി ഇത് വിതരണം ചെയ്യുന്ന ആളുകളെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം വിതരണം ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയരുകയാണ്. എന്തായാലും പല സ്ഥാപനങ്ങളിലും ഇതിനകം തന്നെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വകുപ്പ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന തുടർ നടപടി? ഇനി വിതരണം ചെയ്യാനുള്ള സ്ഥലത്ത് ഇത് വിതരണം ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്കെങ്കിലും എത്തേണ്ടതുണ്ട്. കാരണം കുട്ടികളൊക്കെ ഇത് നോക്കി പഠിക്കുന്നത് സ്വാഭാവികമാണ്. പഠിക്കാൻ വേണ്ടിയാണ് കുട്ടികൾക്ക് ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിന്. അപ്പോൾ സ്വാഭാവികമായി അത് നോക്കി പഠിച്ച് കുട്ടികൾ നാളെ തെറ്റായ കാര്യങ്ങൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഇനിയെങ്കിലും കാണിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഡോക്ടർ, അപ്പോൾ ഇനി കുഞ്ഞുങ്ങളെ ആ പുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നതിനോടൊപ്പം പറയണം, കുഞ്ഞുങ്ങളെ ആ സന്ദേശം നൽകിയിരിക്കുന്ന മന്ത്രി ആൻറ്റി അല്ല കേട്ടോ ഇപ്പോഴത്തെ മന്ത്രി ആൻറ്റി, അത് ബിന്ദു കൃഷ്ണ മന്ത്രി ആൻറ്റിയാണ് എന്ന് പറയേണ്ടി വരും. ആ പുസ്തകം അച്ചടിച്ചിറങ്ങിയപ്പോൾ സംഭവിച്ചു പോയൊരു പാളിച്ചയാണ്. മന്ത്രി മാറിയതൊക്കെ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അല്ലേ, പുസ്തകം അച്ചടിച്ചവരൊക്കെ. അപ്പോൾ എന്തായാലും മന്ത്രി മാറി, ഇപ്പോൾ ബിന്ദു കൃഷ്ണയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് വീണ ജോർജ് അല്ല.